നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കേരള PSC പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ 16 എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ കേരള PSC നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ ഫയർമാൻ, ഫയർ വുമൺ, അതുപോലെ തന്നെ നമ്മുടെ ഫയർമാൻ ഡ്രൈവർ തസ്തികയിലേക്കുള്ള പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ കാറ്റഗറി നമ്പറും ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പൊ അത് മാത്രമല്ല, ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ HSAയുടെ കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ ബാക്കി സബ്ജക്റ്റുകളാണ്. അതുപോലെ ബൈ ട്രാൻസ്ഫർ ആയിട്ടുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തസ്തികകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഫോഴ്സ് എക്സാംസിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരള PSC ഇന്ന് പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫയർഫോഴ്സിലേക്കുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ആർക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാം, എത്രയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ എന്താണ്, അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കാനുള്ളത് കാറ്റഗറി നമ്പർ 471/2021 ആണ്. കാറ്റഗറി നമ്പർ 471/2024 എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയുടെ തസ്തികയായിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇതിന്റെ ശമ്പളം നിങ്ങൾക്കറിയാം 27,000 മുതൽ 63,000 വരെ വരുന്ന പേ സ്കെയിലാണ് ഇതിനകത്തുള്ളത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഒഴിവുകള്. പ്രായപരിധി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഏജ് ലിമിറ്റേഷൻ ഒക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളതാണ്. അപ്പൊ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്കാണ് ജനറൽ കാറ്റഗറിയിൽ എഴുതാനായിട്ട് കഴിയുക. എന്ന് പറയുമ്പോൾ ഏജ് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. 2/1/1998 അതുപോലെ തന്നെ 1/1/2006 മധ്യേ ജനിച്ചവർക്ക് ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫയർമാൻ ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ ബാക്കിയുള്ളവരുടെ കേസ് വരുമ്പോഴത്തേക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ OBC, SC ST കാരുടെ ഒക്കെ കാര്യം വരുമ്പോഴത്തേക്കും മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികജാതിയിൽ നിന്നും മതപരിവർത്തനം ചെയ്യപ്പെട്ടവർക്കും പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും ജനറൽ റൂൾസിലെ റൂൾ നമ്പർ 10 അനുസരിച്ചിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള വയസ്സുകളിൽ ഇളവുണ്ടാവും എന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ കാറ്റഗറി ഏജ് ആണെന്നുണ്ടെങ്കിൽ 18 മുതൽ 26 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം +2 അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള പരീക്ഷയാണ്. +2 ലെവൽ ക്വാളിഫിക്കേഷൻ ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. +2 മതി കേട്ടോ. +2 ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്ത് ചെയ്യുക, ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ശാരീരിക യോഗ്യതകൾ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഇതിനകത്തുണ്ട്. അത് ശ്രദ്ധിക്കണം. ഉയരം എന്ന് പറയുമ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 165 സെന്റിമീറ്ററും SC ST കാർക്കാണെന്നുണ്ടെങ്കിൽ 160 സെന്റിമീറ്ററും ആണ്. വെയിറ്റ് വരുമ്പോൾ ജനറൽ കാറ്റഗറിക്ക് എത്രയാണ്, 50 വേണം. SC ST ആണെങ്കിൽ 48 ആണ് വേണ്ടത്. ഓക്കെ, അതുപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിനെന്തുണ്ട്, സ്വിമ്മിംഗ് ടെസ്റ്റ് ഉണ്ട്, നീന്തൽ ടെസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഫയർമാൻ, ഫയർവുമൺ പരീക്ഷയോട് താല്പര്യമുണ്ട്, പരീക്ഷ എഴുതാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ എന്ത് ചെയ്യുക, നീന്തലൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന്റെ കൂടെ നീന്തലും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, കണ്ടല്ലോ. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. 8 ഐറ്റംസ് ആണ് ഫിസിക്കൽ ടെസ്റ്റിനുള്ളത്. ഇതിൽ എത്ര എണ്ണം പാസ്സാവണം, 5 ഐറ്റം പാസ്സാവണം. 8 എണ്ണത്തിൽ 5 എണ്ണം പാസ്സായാലേ ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതായിട്ട് പരിഗണിക്കത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് ട്രെയിനിങ് ഉണ്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിന് ശേഷം നമുക്ക് നോക്കാനുള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ഡ്രൈവറുടെ പോസ്റ്റാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ഡ്രൈവറുടെ പോസ്റ്റാണ്. അപ്പൊ നമുക്ക് ആ കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിലവിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഈ പറയുന്ന ഫയർമാൻ, ഫയർ വുമൺ അതുപോലെ തന്നെ ഫയർമാൻ ഡ്രൈവർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വന്നതുകൊണ്ട് ഫയർമാൻ, ഫയർ വുമന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ എന്ത് ചെയ്യാം, ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫയർമാൻ, ഫയർ വുമന്റെ ഈ ഒരു തസ്തികയിലേക്കുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പേയ്മെന്റ് എന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പോൾ ഇത് ടോട്ടൽ പേയ്മെന്റ് ആണ് കേട്ടോ, കംപ്ലീറ്റ് പേയ്മെന്റ് ആണ്. അപ്പൊ എക്സാമിനേഷൻ അന്ന് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് കിട്ടും, ക്ലാസ്സുകളും ബാക്കി മെറ്റീരിയൽസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ 300 രൂപയാണ് ഈ പറയുന്ന
ഫയർമാൻ ഫയർവുമന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 9996169272 ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, പേയ്മെന്റ് സ്ക്രീൻഷോട്ട് വാട്സപ്പിലോ ടെലഗ്രാമിലോ അയച്ചു തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതുപോലെ തന്നെ നിലവിൽ നമ്മുടെ ഫയർമാൻ ഫയർവുമന്റെ ഡ്രൈവറിന്റെ എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഡ്രൈവർ തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ളവർക്ക് അതിന്റെ ക്ലാസ്സുകൾ നിലവിൽ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഫയർഫോഴ്സിലേക്കുള്ള ഡ്രൈവർ തസ്തികയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്, അതിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് 400 രൂപയാണ്. ഇത് കംപ്ലീറ്റ് പേയ്മെന്റ് ആണ്. അപ്പോൾ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ നേരത്തെ പറഞ്ഞ അതേ നമ്പറാണ്. ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല, വിളിക്കണ്ട. ഇതിൽ എന്ത് ചെയ്താൽ മതി, പേയ്മെന്റ് ചെയ്തിട്ട് ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്സപ്പിൽ അയച്ചിരുന്നാൽ മതി, നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറയുന്ന ഫയർഫോഴ്സ് എന്ന് പറയുന്ന തസ്തികയോട് താല്പര്യമുള്ളവരും ഡ്രൈവർ തസ്തികയോട് താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുതിയ ബാച്ച് ആണ്, അപ്പോൾ ഇന്ന് മുതലാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രയും വേഗം ജോയിൻ ചെയ്യുക, പഠിച്ച് മുന്നേറുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി നോട്ടിഫിക്കേഷൻസിന്റെ കേസിലേക്ക് നമുക്ക് വരാം. ഇനി പറയാനുള്ളത് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ഡ്രൈവറുടെ കേസാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇത് ഡ്രൈവർ തസ്തികയാണ്. പേയ്മെന്റ് സെയിം ആണ്, 27,000 മുതൽ 63,000 വരെയാണ്. പ്രതീക്ഷിത ഒഴിവുകളാണ് പറയുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റും പറയുന്നത് 18 മുതൽ 26 വയസ്സ് വരെയാണ് ഇതിന്റെ ജനറൽ ഏജ് ലിമിറ്റ് വരുന്നത്. ബാക്കിയുള്ളവർക്ക് അതിന് തക്കതായിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഏജ് ലിമിറ്റേഷൻസിന്റെ വ്യത്യാസം എന്തെങ്കിലും അറിയണം, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നോക്കിയാൽ മതി. അതിനകത്ത് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഉയരം, തൂക്കം, നെഞ്ചളവ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ഡ്രൈവറുടെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ ആണെങ്കിൽ 472/2024 ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് ഡ്രൈവറുടെ കേസാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ യോഗ്യതയിലേക്ക് വരുമ്പോഴത്തേക്കും +2 ലെവലാണ്. അപ്പോൾ +2 ലെവൽ ക്വാളിഫിക്കേഷൻ വേണം. കൂടാതെ ഹെവി പാസഞ്ചർ വാഹനങ്ങളുടെ എന്ത് വേണം, ഹെവി വെഹിക്കിൾസിന്റെ ഒക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിളുടെ ലൈസൻസ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അപേക്ഷാ സമയത്ത് അവസാന തീയതി OMR പരീക്ഷ, പ്രായോഗിക പരീക്ഷ, കായക്ഷമതാ പരീക്ഷ, ഇന്റർവ്യൂ തുടങ്ങിയ എല്ലാ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലുള്ള സാധുവായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ കറന്റ് ആ ഒരു സമയത്ത് എന്തുണ്ടായിരിക്കണം, ഈ പറയുന്ന ഹെവി ലൈസൻസ് ഉണ്ടായെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ. സാധാരണ ലൈസൻസ് പോരാ, അതിനകത്ത് എന്ത് വേണം, ഹെവി ഗുഡ്സ് വാഹനങ്ങളിൽ ഓടിക്കുന്നതിന് എൻഡോഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ള നിലവിലുള്ള സാധുവായിട്ടുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും എന്ത് ചെയ്യണം, ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഹെവി ലൈസൻസ് ഉണ്ടാവണം, ബാഡ്ജും ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. പിന്നെ ഉയരവും കാര്യങ്ങളൊക്കെ മറ്റതുപോലെ തന്നെ സെയിം ആണ്. ഇനി നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫയർ വുമണും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മുടെ വുമൺ ഫയർ വുമൺ ഉണ്ടല്ലോ, ഫയർ വുമന്റെ തസ്തികയിലേക്കുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ പറയുന്ന പോലെ തന്നെ ഇതിന്റെ കാറ്റഗറി നമ്പർ 477/2024 ആണ് ഈ പറയുന്ന ഫയർ വുമന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത്. അപ്പോ ഇതിന്റെ നിയമന രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഏജ് ലിമിറ്റ് നേരത്തെ പോലെ തന്നെയാണ്, 18-26 ആണ്. +2 ലെവലാണ് ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ ഏജിന്റെ കാര്യം നിങ്ങളൊന്ന് ഹൈറ്റിന്റെ കാര്യം ശ്രദ്ധിക്കുക. സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ 182 സെന്റിമീറ്റർ പൊതു അല്ലെങ്കിൽ ജനറലും, അതുപോലെ തന്നെ SC ST പട്ടിക വിഭാഗം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 150 ആണ് വേണ്ടത് കേട്ടോ. 152 150 ആണ് ഇതിനകത്ത് വേണ്ടത്. ഇതിനകത്ത് എന്ത് വേണം, നിങ്ങൾക്ക് നീന്തൽ ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വിമ്മിംഗ് ടെസ്റ്റ് ഇതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഐസൈറ്റ് ക്ലിയർ ആയിരിക്കണം. ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. കണ്ടല്ലോ, 8 ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഈ പറയുന്ന 8 എണ്ണത്തിൽ എന്ത് ചെയ്യുക, 5 എണ്ണം പാസ്സാണെങ്കിൽ മാത്രമേ ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്യത്തുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫയർമാൻ ഫയർ വുമന്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്, ഡ്രൈവറിന്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് CPO ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിലവില് CPO വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം നമ്മുടെ ജനറൽ റിക്രൂട്ട്മെന്റ് എന്തായാലും 2025 തന്നെ ജനറൽ റിക്രൂട്ട്മെന്റ് എന്തായാലും ഉണ്ടാവും കേട്ടോ. ആ കാര്യത്തിലും സംശയം വേണ്ട. അപ്പൊ എന്തായാലും നിങ്ങളുടെ കാണാനായിട്ട് കഴിയും. കേരള പോലീസ് സർവീസിലേക്കുള്ള ഇതിനകത്ത് പറയുന്നത് താഴെ പറയുന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് കേരള സംസ്ഥാനത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് കേരള പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള ട്രെയിനി തസ്തികയും അതുപോലെ നമ്മുടെ CPO തന്നെയാണ്. സംഭവം വേറെ ഒന്നുമില്ല, CPO തന്നെയാണ്. CPOയുടെ ബാക്കി എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ SC ST ആണ് ഇപ്പൊ നിലവിൽ വിളിച്ചിട്ടുള്ളത്. അപ്പൊ ജനറൽ റിക്രൂട്ട്മെന്റ് എന്തായാലും ഇതിന് ശേഷം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. എന്ന് പറയുമ്പോൾ +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ വരുന്ന +2 ആണ്. പ്രായപരിധി നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ജനറൽ എന്ന് പറയുമ്പോൾ 18 മുതൽ 31 വയസ്സ് വരെയാണ്. SC ST കാരുടെ ആണ്. SC ST വരുമ്പം 18 മുതൽ 31 വയസ്സ് വരെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും
2/1/1993 അതുപോലെ തന്നെ 1/1/2006 മധ്യേ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക കേട്ടോ. അപ്പൊ എന്തായാലും CPO നിലവിൽ വരുന്നുണ്ട്. അപ്പൊ ആ കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നിലവില് നമുക്കറിയാം നമ്മുടെ CPO ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ CPO പുതിയ ബാച്ച് നിലവിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 600 രൂപയാണ് CPO പേയ്മെന്റ് എന്ന് പറയുന്നത്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ നേരത്തെ പറഞ്ഞ പോലത്തെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ തന്നെയാണ് അതിന്റെ നമ്പരും. അതുപോലെ തന്നെ നമ്മുടെ CPO WCPO നമ്മുടെ പോലീസ് ഡ്രൈവർ, സിവിൽ പോലീസ് ഓഫീസർ WCPO ഡ്രൈവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം. CPO ഡ്രൈവറിന്റെ പേയ്മെന്റ് വരുന്നത് 700 രൂപയാണ്. താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചാൽ അതിലും നിങ്ങൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും പോലീസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട, ഒരു സംശയം വേണ്ട. പോലീസും എന്തായാലും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇനി നമുക്ക് ഏതൊക്കെ തസ്തികകളാണ് ഇന്ന് ഗസറ്റിലൂടെ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാം. ഇത് ആദ്യം വന്നിട്ടുള്ളത് കേരള കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള സീനിയർ മാനേജർ എന്ന് പറയുന്ന തസ്തികയാണ്. അപ്പോൾ ഇതിന് ഒറ്റ ഒഴിവേ ഇതിനകത്തുള്ളൂ. അപ്പോ നിയമന രീതിയും കാര്യങ്ങൾ, ഏജ് ലിമിറ്റ് 18 മുതൽ 45 വരെയാണ് അതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പൊ ഈ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടേക്കാമേ. ഓരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഇതിന്റെ PDF ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ എടുത്ത ശേഷം അതിൽ എന്ത് ചെയ്യുക, KFPSC ഇങ്ങനെയൊന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ജോയിൻ ചെയ്താൽ ഈ PDF ഞാൻ അതിനകത്ത് ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. കേരള കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള സീനിയർ മാനേജർ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഇതും കേരള കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് മിൽക്ക് ഫെഡറേഷനിലേക്കുള്ള സീനിയർ മാനേജറിനെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം വിളിച്ചിട്ടുള്ളത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ള സീനിയർ മാനേജർ പ്രോജക്ട്സിന്റെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന കേരള കർഷക വകുപ്പിലേക്കുള്ള കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷനിലേക്കുള്ള സീനിയർ മാനേജർ, ജൂനിയർ മാനേജർ അങ്ങനെയുള്ള പോസ്റ്റുകളാണ് ആദ്യം ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ള സീനിയർ മാനേജർ ആണ്. അപ്പൊ നമുക്കറിയാം ഒരു തസ്തിക വരുമ്പോഴത്തേക്കും അതിന്റെ എല്ലാ കാറ്റഗറിയുടെയും എക്സാമിനേഷൻസ്, അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റി, നമ്മുടെ ഭൂജല വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഭൂജല വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാരതീയ ചികിത്സാ വകുപ്പിലേക്കുള്ള മെഡിക്കൽ ഓഫീസർ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ളത് ഭൂജല വകുപ്പിലേക്കുള്ള ജൂനിയർ ജിയോഫിസിസ്റ്റിന്റെ വിളിച്ചിട്ടുണ്ട്, ജിയോഫിസിസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 വിളിച്ചിട്ടുണ്ട്. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫയർഫോഴ്സിന്റെ വിളിച്ചിട്ടുണ്ട്, ഫയർമാൻ വിളിച്ചിട്ടുണ്ട്, ഫയർഫോഴ്സ് ഡ്രൈവർ വിളിച്ചിട്ടുണ്ട്. ഡ്രൈവറാണ് ഈ കാണുന്ന ഡ്രൈവറിന്റെ ആണ്. അതുപോലെ തന്നെ ഫയർ വുമൺ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ HSA വിളിച്ചിട്ടുണ്ട്. HSA എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ സബ്ജക്റ്റുകളൊന്നും വിളിച്ചിട്ടില്ല. ഇത് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, ബൈ ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ മലയാളം ബൈ ട്രാൻസ്ഫർ വിളിച്ചിട്ടുണ്ട്, ഉറുദു വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ലാംഗ്വേജുകളാണ് വിളിച്ചിട്ടുള്ളത്. HSA എന്തായാലും 2025 തന്നെ ഉണ്ടാവുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കുള്ള ഫീൽഡ് അസിസ്റ്റന്റിന്റെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം കണ്ടല്ലോ, ജില്ലാടിസ്ഥാനത്തിലുള്ള ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ളത് ഏതാണ്, ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ജില്ലാടിസ്ഥാനത്തിൽ വിളിച്ചിട്ടുണ്ട്. ഉറുദുവും സംസ്കൃതവും ആയിട്ടുണ്ട്. പിന്നെ ഏതാണ്, ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തിക മാറ്റം വഴിയുള്ളത്, ബൈ ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുള്ളത് മലയാളം വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം വരുന്നത് ഇത് ഫയർ വുമൺ ആണ്, നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ഫയർ വുമൺ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ളത് നമ്മുടെ ചിക്സ് എക്സർ എന്ന് പറഞ്ഞിട്ട് മൃഗസംരക്ഷണ വകുപ്പിലേക്കുള്ള വിളിച്ചിട്ടുണ്ട്. ജില്ലാടിസ്ഥാനത്തിൽ പാലക്കാടാണ് അതിന്റെ വേക്കൻസി ഉള്ളത്. അപ്പൊ അത് വിളിച്ചിട്ടുണ്ട്, ചിക്സ് എക്സർ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആയ വിളിച്ചിട്ടുണ്ട്, തിരുവനന്തപുരം കൊല്ലം ജില്ലയിലേക്കുള്ള ആയ എന്ന് പറയുന്ന ഒരു തസ്തിക അത് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, തദ്ദേശ സ്വയംഭരണത്തിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നിയമവകുപ്പിലേക്കുള്ള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്കുള്ള ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വിളിച്ചിട്ടുണ്ട്. അടുത്ത് വരുന്നത് നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം വരുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള പീഡിയാട്രിക് സർജറിയുടെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ളതാണ്. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ വിളിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ആയുർവേദ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ, ഇതും അതിന്റെ തന്നെയാണ്. അതിനുശേഷം വരുന്നത് വേറെ ഏതുണ്ട്, പോലീസിന്റെ തന്നെ നമ്മുടെ മോട്ടോർ ട്രാൻസ്പോർട്ടിംഗ് വിംഗ് വകുപ്പിലേക്കുള്ള മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറിന്റെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരു വേക്കൻസിയേ ഉള്ളൂ, അത് NCA വേക്കൻസി ആണ്. അപ്പൊ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇത് മറ്റേ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറിനാണ്, MBD ഉണ്ടല്ലോ, MBD ഇൻസ്പെക്ടറിനെയാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷം ഏതാണ് വരുന്നത്, അതിനുശേഷം വീണ്ടും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ട്രെയിനിങ് NCA റിക്രൂട്ട്മെന്റ് ആണത്. നമ്മുടെ നോർമൽ വന്നല്ലോ, അതിന്റെ കൂടെ തന്നെ NCA റിക്രൂട്ട്മെന്റും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ള സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 വിളിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈസ്കൂൾ ടീച്ചർ ഉറുദുവിന്റെ വിളിച്ചിട്ടുണ്ട്. LP ടീച്ചർ, LP സ്കൂൾ ടീച്ചർ തമിഴ് മാധ്യമം വിളിച്ചിട്ടുണ്ട്, LP ടീച്ചർ തമിഴ് മാധ്യമം വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ LP സ്കൂൾ ടീച്ചർ തമിഴ് മാധ്യമം, ഇതൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും തമിഴാണ്, തമിഴിൽ ക്വസ്റ്റ്യൻ കാണും. ഞാനൊരു പരീക്ഷ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ, LTCയുടെ തമിഴ് നോയിങ്, അതിൽ ചെന്നിരുന്ന പോലെ ആയി പോകും. ആദ്യത്തെ 10-40 ചോദ്യം എന്തായാലും തമിഴായിരിക്കും, തമിഴിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. തമിഴ് വായിക്കാനും എഴുതാനും ഒക്കെ അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, LP സ്കൂൾ ടീച്ചർ തമിഴ് മാധ്യമത്തിലൊക്കെ പോയി പരീക്ഷ എഴുതുക. ഓക്കെ, ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഒരു ആവേശത്തിന് പുറത്ത് പരീക്ഷ എഴുതുക, സെന്ററും വെച്ച് പലയിടത്തും കിട്ടിയതിനു ശേഷം അവസാനം ക്വസ്റ്റ്യൻ തമിഴ് കാണുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കിളി പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക കേട്ടോ. അപ്പൊ ഇത്രയുമൊക്കെ നോട്ടിഫിക്കേഷൻസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻ, ഇത് ആയടത് വീണ്ടും വന്നിട്ടുണ്ട്. ആയടത് വീണ്ടും, ഇത് നമ്മുടെ വിശ്വകർമ്മ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഗസറ്റിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്, നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ CPO ഡ്രൈവറിന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ഫയർഫോഴ്സിന്റെ ഡ്രൈവറിന്റെ ക്ലാസ് അവൈലബിൾ ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന പോലീസും എക്സൈസും ഫയർഫോഴ്സും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനും കൂടെ കമ്പൈൻഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഏത് ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലുണ്ടല്ലോ, അതിൽ നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്, കൂടെ തന്നെ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.